നമസ്കാരം. ഒരു വാഹനം എങ്ങനെയാണ് അപകടത്തിൽപ്പെടുക? ഞാനത് അപ്പോഴും ചിന്തിക്കാറുണ്ട്. ഒരു വാഹനത്തെ നമ്മൾ സ്നേഹിക്കുക, ഒരു വാഹനം നമ്മൾ സ്വന്തമാക്കുക. ഏത് ചെറുപ്പക്കാരൻ്റെയും ഏത് ചെറുപ്പക്കാരികളുടെയും ഏത് ദമ്പതിമാരുടെയും എല്ലാവരുടെയും ഒരാഗ്രഹമാണ് ഒരു വാഹനം. വാഹനമില്ലാതെ ജീവിക്കാൻ പറ്റാത്തൊരു കാലഘട്ടത്തിലാണ് നമ്മൾ ഉള്ളത്. പക്ഷേ വാഹനം ശ്രദ്ധിച്ചില്ലെങ്കിൽ വാഹനത്തിനുമുണ്ടൊരു ജാതകം. നമ്മളൊരു വാഹനം മേടിക്കുമ്പോൾ വാഹനത്തിൻ്റെ ഒരു ഗ്രഹനിലയുണ്ട്. നമ്മൾ ഒരു വാഹനം മേടിക്കുമ്പോൾ ഇപ്പോൾ സാധാരണ ഒരു വാഹനം ബുക്ക് ചെയ്യുന്നു, ലോൺ എടുക്കുന്നു. ലോൺ എടുക്കുന്നതിനുമുണ്ട് സമയം. ലോൺ അടച്ചു തീർക്കാൻ പറ്റുന്നതാണോ, നമ്മുടെ കളർ ഏതാണ്, നമ്മുടെ ഗ്രഹനിലയിൽ നമുക്ക് പറഞ്ഞിരിക്കുന്ന സംഖ്യ ഏതാണ്, ഇതൊരു ഇനി എന്തൊക്കെ അന്ധവിശ്വാസമാണെന്ന് പറഞ്ഞാലും എൻ്റെ അനുഭവങ്ങളിലൂടെ ഞാൻ പറയുകയാണ്. കാരണം നമ്മൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും നമ്മുടെ ചിന്താധാരകൾക്കപ്പുറത്തുള്ള ഒരു സത്യമുണ്ട്. ആ സത്യമുള്ളത് കൊണ്ട് തന്നെ അത് യുക്തിക്ക് നിരക്കുന്നതോ യുക്തിക്ക് നിരക്കാത്തതാണോ എന്നൊക്കെയുള്ള ഒരുപാട് വിഷയങ്ങളുണ്ട്. ഞാനിന്നത് അവതരിപ്പിക്കാൻ ഈ ഒരു വിഷയം, വാഹനവും സംബന്ധിച്ചിട്ടുള്ള ഒരു വിഷയം അവതരിപ്പിക്കാനുള്ളതിൻ്റെ ഒരു പ്രധാന കാരണമെന്ന് പറയുന്നത്, ഞാൻ മലയാള സിനിമയിൽ എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ അതിന് കാരണക്കാരൻ ഒരാളാണ്. ഞാനൊരു സഹോദരനെ പോലെ സ്നേഹിക്കുന്ന, ഒരു ഉറുമ്പിനെ പോലും നോവിക്കാത്ത ശുദ്ധനായ ഒരു മനുഷ്യനാണ് മണിയമ്പിള്ള രാജു. രാജുവിൻ്റെ അടുത്ത് നമ്മൾ എത്ര ദുഃഖത്തോടു കൂടി പോയിരുന്നാലും അദ്ദേഹത്തിൻ്റെ ദുഃഖം പോലും ഹാസ്യാത്മകമായി മാത്രമേ സംസാരിക്കത്തുള്ളൂ. അങ്ങനെ നിഷ്കളങ്കനായ ഒരു മനുഷ്യൻ. ഞാൻ വഴക്ക കൂടിയിട്ടുണ്ട്. പക്ഷേ അദ്ദേഹത്തിൻ്റെ കൈകൊണ്ട് ഒരാളെപ്പോലും അദ്ദേഹം നോവിക്കില്ല. മുറിവേൽക്കുന്ന സംസാരം പോലും ഉണ്ടാകില്ല. രാജുചേട്ടൻ അങ്ങനെയാണ്. അങ്ങനെയുള്ള രാജുചേട്ടനെ കുറിച്ചുള്ളൊരു വാർത്ത ഞാൻ കേട്ടത് എന്താണ്? കാർ ഇടിച്ചിട്ട് നിർത്താതെ പോയി. 2 ചെറുപ്പക്കാരുടെ കാർ ഇടിച്ച് വീഴ്ത്തി. വാർത്താ ചാനലുകൾ വ്യൂവർഷിപ്പ് വർദ്ധിപ്പിക്കാൻ ഉടനെ അപ്പോൾ റോയിയുടെയൊക്കെ വിട്ടു. റോയിയൊക്കെ പോയി. റോയിയുടെ മരണത്തെക്കുറിച്ചുള്ള വാർത്തകളൊക്കെ പോയതിന് ശേഷം TV മുഴുവൻ മണിയമ്പിള്ള രാജു, സുധീർ കുമാർ രാജു എന്ന് പറഞ്ഞൊരാൾ, സിനിമാ നടൻ്റെ വണ്ടി കാറിടിച്ചിരുത്തിട്ട് പോയി മദ്യപിക്കാൻ, എന്തൊക്കെയാണോ വാർത്തകൾ, മനുഷ്യന് ക്യൂരിയോസിറ്റി ഉണ്ടാക്കാനായിട്ടുള്ള തരത്തിലുള്ള വാർത്തകൾ എങ്ങനെയാണ് സൃഷ്ടിക്കാൻ പറ്റുന്നത്, എങ്ങനെയാണ് മറ്റുള്ള ചാനലുകളെക്കാൾ, മറ്റുള്ള യൂട്യൂബ് ചാനലിനേക്കാൾ, മറ്റുള്ള മെയിൻ ചാനലുകളെക്കാൾ വാർത്തകൾ സൃഷ്ടിക്കാൻ കഴിയുന്നത്, മനുഷ്യന് ക്യൂരിയോസിറ്റി ഉണ്ടാക്കുന്ന വിധം. നമ്മുടെ ഒരു ചാരക്കേസുണ്ട്. ആ ചാരക്കേസ് വെറും ചാരമാണ്. ആ ചാരക്കേസിൽ ഇഷ്ടങ്ങൾക്കനുസരിച്ച് നിറം പഠിപ്പിച്ച കഥകൾ എഴുതിയവരൊക്കെ ഇന്ന് എവിടെയാണ്? ഇഷ്ടങ്ങൾക്കനുസരിച്ച്, അവരുടെ ഭാവനാവിലാസങ്ങൾക്കനുസരിച്ച് കഥകൾ എഴുതി. അങ്ങനൊരു ചാരക്കേസില്ല. ആ കേസുണ്ടാക്കിയവരും എഴുതിയവരും എഴുതിപ്പിച്ചവരും ഒക്കെ കാലത്തിൻ്റെ വിസ്മൃതിയിൽ ആണ്ടുപോകുക മാത്രമല്ല, മഹാദുരിതങ്ങളിലും ദുഃഖങ്ങളിലും പെട്ട് മരണമില്ലാതെ അലയുന്ന അവസ്ഥയുണ്ടായി. മരിച്ചവരൊക്കെ പോയി. എന്തൊരു നിറം പിടിപ്പിച്ച കഥകളായിരുന്നു അക്കാലത്ത്. അങ്ങനെ മംഗളം പത്രത്തിലാണെങ്കിലും മനോരമയിലാണെങ്കിലും ഒക്കെ മത്സരിച്ചെഴുതുകയാണ് ചാരക്കേസിനെ കുറിച്ചുള്ള കഥ. ഒരു പോലീസ് ഓഫീസറുടെ ഒരു നിമിഷത്തെ ബുദ്ധിയോ അതിബുദ്ധിയോ ഇല്ലെങ്കിൽ ബുദ്ധിയില്ലായ്മയിൽ നിന്നുണ്ടായതാണത് എന്നാണ് പിന്നെ കേട്ട വാർത്ത. കരിക്കം ചാമുണ്ടേശ്വരി ക്ഷേത്രത്തിൻ്റെ സത്യം വിളിച്ചോതുന്ന സത്യത്തിൻ്റെ മുഖമായി മാറുന്ന, അസത്യം പറഞ്ഞാൽ തിളച്ച എണ്ണയിൽ കൈമുക്കിയാൽ പൊള്ളുന്ന, സത്യമാണെങ്കിൽ അത് പൊള്ളാത്ത, അസത്യമാണെങ്കിൽ പൊള്ളുന്ന, അങ്ങനെ ഒരുപാട് ചരിത്രമുള്ള കരിക്കം ക്ഷേത്ര നടയിൽ ആ ശാസ്ത്രജ്ഞനായ നമ്പിനാരായണൻ തൊഴുതു നിന്ന് കണ്ണു നിറയുന്ന പ്രാർത്ഥിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഞാനന്ന് അവിടുത്തെ ഒരു അന്തേവാസിയായിരുന്നു. ഞാനിത് പറയാനുള്ള കാരണം, ഓരോന്നിനും ഒരു സമയം, നേരത്തെ തന്നെ കാലവുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളുണ്ട്. നമ്മൾ എവിടെയാണോ പിഴവ് പറ്റുന്നത്, എവിടെയാണോ അബദ്ധങ്ങൾ പറ്റുന്നത്, എവിടെയാണോ നമ്മുടെ കാലം പിഴയ്ക്കുന്നത്, എവിടെയാണോ നമ്മുടെ ഗ്രഹനില പിഴയ്ക്കുന്നത്, ഇതെല്ലാം ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ആ പോലീസ് ഓഫീസറുടെ ചാരക്കേസിലെ പോലീസ് ഓഫീസർക്ക് ആ സമയം കടന്നു പോകാനും ഒരിടത്ത് കയറി റെയ്ഡ് ചെയ്യാനും അപ്പോൾ അത് പിടിക്കപ്പെടാനും, അത് അനുഭവിക്കുന്നവരും അതിനുശേഷം അനുഭവിക്കുന്നവരും ഒക്കെ ആയിട്ടുള്ള ഒരുപാട് സമയത്തെക്കുറിച്ച് ഞാൻ എപ്പോഴും പറയാറുണ്ട്. അപ്പോൾ വാഹനത്തിലേക്ക് ഞാൻ തിരിച്ചു വന്നാൽ,
ചില ദിവസങ്ങളിൽ എനിക്ക് ചെറിയ 2 വണ്ടിയുണ്ട്, ദൂരേക്ക് പോകാൻ ഒരു വണ്ടിയുണ്ട്, സിറ്റിക്കകത്തോടാൻ ഒരു വണ്ടിയുണ്ട്. ഇതൊക്കെ പലരുടെ ദാനം കൊണ്ട് കിട്ടിയതാണ്. അപ്പോൾ അതുകൊണ്ട് അത് ചില സമയങ്ങളിൽ എനിക്ക് വണ്ടി എടുക്കാൻ തോന്നത്തില്ല. അപ്പോൾ ഞാൻ യാത്ര മാറ്റി വയ്ക്കും. എല്ലാവർക്കും അങ്ങനെ കഴിയണമെന്നില്ലല്ലോ. ചിലർ എന്നെ കാണാൻ വരുമ്പോൾ പോകാനായിട്ട് എഴുന്നേൽക്കുമ്പോൾ ഞാൻ പറയും കുറച്ച് കഴിഞ്ഞിട്ട് പോകാം. അത് പറയുന്നത് ആ സമയം, എഴുന്നേൽക്കുന്ന സമയം, ലക്ഷണശാസ്ത്രം അങ്ങനെയാണ്. അപ്പോൾ ഞാൻ വാഹനത്തിലേക്ക് തിരിച്ചു വന്നാൽ മണിയമ്പിള്ള രാജു ചേട്ടൻ ഇന്നലെ സുബ്രഹ്മണ്യ ഹാളിൻ്റെ അവിടെ നിന്ന് ഇറങ്ങുന്ന വീഡിയോ ഞങ്ങൾ കണ്ടു. നമ്മൾ മാത്രമായി ലോകം മുഴുവൻ കണ്ടു. എല്ലാ ചാനലുകളും റിപ്പീറ്റ് ചെയ്ത് വാർത്ത അന്നത്തെ ഒരു ദിവസം മുഴുവൻ അത് ആഘോഷമാക്കി. ആഘോഷം കേട്ടാൽ തോന്നും മണിയമ്പിള്ള രാജു മദ്യപിച്ച് ചെന്ന് ഏതോ 2 ചെറുപ്പക്കാരെ ഇടിച്ച് കൊന്നു. നമ്മൾ അതൊന്ന് നിർത്തി നോക്കൂ. അദ്ദേഹം വണ്ടിയിൽ സുബ്രഹ്മണ്യം ഹാളിൽ നിന്ന് പുറത്തേക്കിറങ്ങി വണ്ടി മെയിൻ റോഡിലേക്ക് കടങ്ങുന്നതിന് മുമ്പ് നിർത്തിയിട്ടേക്കുന്ന വണ്ടിയാണ്. എത്രയോ 2-3 ബൈക്കുകൾ അതിനകത്ത് പോകുന്നു, കാർ പോകുന്നു. ഇതെല്ലാം പോയി കഴിഞ്ഞ് റോഡിൻ്റെ ഇരുവശങ്ങളിലും ആരും ഇല്ലാന്ന് കണ്ട് വണ്ടി മുമ്പിലോട്ട് എടുക്കുമ്പോൾ അതിവേഗത്തിൽ ദൂരത്തു നിന്ന് വരുന്ന വാഹനം അതിൻ്റെ ബമ്പർ എന്ന് പറയുന്ന വാഹനത്തിൻ്റെ ഏറ്റവും മുമ്പിലുള്ളതാണ്. ഇങ്ങനെയല്ല വണ്ടി ഇടിക്കുന്നത്. ആ വാഹനം വന്ന ബമ്പർ ഇടിച്ച് തെറിപ്പിച്ച് പോവുകയാണ് അല്ലേ. നമ്മളെ ഒരു വണ്ടി ഇടിച്ച് തെറിപ്പിക്കുകയല്ല ആ വാഹനം. കാരണം ആ വണ്ടി റോഡിൻ്റെ നടുക്കാണ്. മണിയമ്പിള്ള രാജുചേട്ടൻ ഉപയോഗിക്കുന്ന ആ വാഹനം റോഡിൻ്റെ നടുക്കാണ്. ആ വണ്ടി കൊണ്ട് നിർത്തുകയാണ്. അതിവേഗത്തിൽ അകത്തുനിന്ന് ഓടി വരുന്നതല്ല. അതവിടെ കൊണ്ട് നിർത്തിയതിന് ശേഷം 2-3 വണ്ടികൾ പോകുന്നു, ഏതോ കാറും പോകുന്നു. അത് കഴിഞ്ഞ് വണ്ടി പതുക്കെ മെല്ലെ മുമ്പിലോട്ട് എടുക്കുമ്പോഴാണ് അതിവേഗത്തിൽ വന്നൊരു ബൈക്ക് അതിൻ്റെ മുമ്പിൽ ഇടിച്ച് അവർ തെറിച്ച് വീഴുന്നത്. പിന്നെ രാജുചേട്ടൻ്റെ അടുത്ത സ്വഭാവം ഭയങ്കര ഭയമുള്ള ആളാണ്. ഇത്തരം സാഹചര്യങ്ങളൊന്നും അതിജീവിക്കാനുള്ള മാനസികാവസ്ഥയില്ല. എന്തിനാ ഒറ്റയ്ക്ക് എന്നെ ആബാദിലൊക്കെ അനന്തഭദ്രത്തിൻ്റെ ഷൂട്ടിംഗ് സമയത്തൊക്കെ എന്നെ കൂടെ കൊണ്ട് അവിടെ കിടത്തും. ഈ പറയുന്ന പോലെ തമാശയും ഒക്കെ പറയുമെങ്കിലും നല്ല ഉൾഭയമുള്ള ആളാണ്. ഒന്നിനും ദ്രോഹിക്കത്തില്ല. അദ്ദേഹത്തിൻ്റെ ഏതോ പൂർവ്വജന്മ ദോഷം കൊണ്ടൊരു രോഗം വന്നു എന്ന് പറഞ്ഞാൽ അതുപോലും പുള്ളി അതിനെ രാജുചേട്ടൻ സുഖമായിരിക്കുന്നു, ഒരു കുഴപ്പമില്ല, അതിങ്ങനെയാണ്. രാജുചേട്ടൻ്റെ ഒരു ഭാഷയുണ്ട്. അത് ആ രോഗത്തെ പോലും ഞാൻ ഇത് സ്വീകരിച്ചേ പറ്റൂ, അതിനെ അതിജീവിക്കാനുള്ള മനസ്സുള്ള ആളാണ്. പിന്നെ അന്നത്തെ സാഹചര്യത്തിൽ അദ്ദേഹത്തിന് അവിടെ നിൽക്കാൻ പറ്റില്ല. ആ ഒരു സാഹചര്യം ഒന്നും കവർ ചെയ്യാനുള്ള മാനസികാവസ്ഥ അദ്ദേഹം ഇപ്പോൾ എന്തെന്നൊക്കെ പോലീസിൻ്റെ റിപ്പോർട്ടുണ്ടെങ്കിൽ പോലും അദ്ദേഹം അവിടെ വിളിച്ചു പറയുകയും അതിനുള്ള അറേഞ്ച്മെൻറ്റ്സ് ചെയ്യുകയൊക്കെ ചെയ്യും. അദ്ദേഹം അങ്ങനെയാണ്. അദ്ദേഹത്തിന് പറ്റില്ല. ഞാൻ പലപ്പോഴും ഒരു ഭീകരമായ ഒരു അവസ്ഥ, ഒരു കൊടുങ്കാറ്റുണ്ടായിരുന്നു, അയ്യോ എന്ന് പറയും. അയ്യോ എന്തൊരു മഴയാണ് എന്ന്. അതൊക്കെ അങ്ങനെ കാണുന്ന ജീവിതത്തിനെ അങ്ങനെ കാണുന്ന ഒരാളാണ്. കരിക്കം ക്ഷേത്രത്തിലെ ദേവിയാണ് ഇന്നലെ അദ്ദേഹത്തെ രക്ഷിച്ചതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അദ്ദേഹം ഹനുമാൻ സ്വാമിയും നല്ലവണ്ണം ഭജിക്കുകയും കരിക്കം ക്ഷേത്രത്തിൽ എല്ലാം ഞാനാണ് അദ്ദേഹത്തിനെ കരിക്കം ക്ഷേത്രത്തിൽ അദ്ദേഹത്തിന് മനോരമയിലെ ദിലീപ് ഉണ്ടായിരുന്നു അവിടെ പോകാനായിട്ട് പറഞ്ഞത്. ഇദ്ദേഹത്തിനെ കൊണ്ടുപോയത് ഒരുപാട് പേരെ, കാവ്യ മാധവനെ, ശ്രീവിദ്യ എല്ലാം ക്ഷേത്രത്തിലേക്ക് ഇനി കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടുണ്ട്. അത്ര ശക്തിയാണ് അവിടെ. 35-36 വർഷമായിട്ട് ഞാൻ ആദ്യത്തെ ദിവസത്തെ അവരുടെ പ്രോഗ്രാം എന്തില്ലെങ്കിലും കരുതും. അതുപോലെ ദർശനം കിട്ടിയിട്ട് അവിടെ സ്വർണ്ണവാള് സമർപ്പിച്ചു. ഒക്കെ ഈശ്വരൻ അവിടുത്തെ കരിക്കം ദേവി തന്നതാണ്. ഞാൻ ഭക്തനാണ് കരിക്കം ദേവിയുടെ. അങ്ങനെ ഇപ്പോൾ അധികം അവിടെ പോകാറില്ല. പോകാത്തതിനൊക്കെ ഒരുപാട് കാരണങ്ങളുണ്ട്. എനിക്ക് പോകാൻ പോകുന്നില്ല. പക്ഷേ ഉത്സവം തുടങ്ങുമ്പോൾ ആദ്യത്തെ ദിവസം ഞാൻ അവിടെ പോയിരിക്കും. അപ്പോൾ ആ ദേവിയുടെ രക്ഷയാണ് അദ്ദേഹം ചെയ്തത്. നമ്മളൊരു വാഹനം മേടിക്കുമ്പോൾ ഈ വാഹനത്തിൻ്റെ എൻജിൻ ഫിക്സ് ചെയ്യുന്നൊരു സമയമുണ്ട്. ആ സമയം കറക്റ്റ് അല്ലെങ്കിൽ വാഹനം അപകടത്തിൽപ്പെടും. ഇപ്പോൾ ജീപ്പ് എന്ന് പറഞ്ഞൊരു വണ്ടി ഏറ്റവും മോഡേൺ ആയിട്ടൊക്കെ ചെയ്ത് അവർ വണ്ടി ഇറക്കി, നല്ല സുരക്ഷിതത്വമുള്ള വണ്ടിയാണ്, ഫുൾ ഗ്യാരണ്ടി കൊടുത്താണ്. ആ വണ്ടി ഇടിച്ചിൽ ഒരു ഫാമിലി മുഴുവൻ പോയത്, തകർന്നു പോയി വണ്ടി. ഒരു ഫാമിലി എയർപോർട്ടിലെങ്ങാണ്ട് പോയിട്ടൊരു കുടുംബത്തോടൊപ്പം, രാത്രിയാണ്, ഉറങ്ങിപ്പോയോന്ന് അറിയത്തില്ല. അത് വണ്ടിയുടെ കുഴപ്പമോ മാനുഫാക്ചറിങ് കുഴപ്പമോ അല്ല. ചില വണ്ടികൾ നിർമ്മിക്കുന്ന സമയം, ചില വണ്ടികൾ റോഡിൽ ഇറക്കുന്ന സമയം, അത് ആ സമയത്ത് അതിജീവിക്കുക. ആ സമയം കടന്നു പോയാൽ മതി. ചില വണ്ടികൾ ആ സമയത്ത് ഓടിച്ച പ്രശ്നമാണ്. ഞാൻ ചില ഈ വണ്ടി രാത്രി ഓടിക്കണ്ട കേട്ടോ എന്ന് പറയാറുണ്ട് ഒരുപാട് വണ്ടികൾ. ചില സെക്കൻഡ് ഹാൻഡ് വണ്ടികൾ എനിക്ക് വാഴില്ല. ഞാൻ ചിലത് എടുക്കുമ്പോൾ ഒന്ന് സ്റ്റാർട്ട് ചെയ്യുമെന്ന് ചോദിച്ചാൽ ഈ വണ്ടി അപകടത്തിൽപ്പെട്ടവനാണ്, നിങ്ങളത് ചെക്ക് ചെയ്തോളൂ, ഇത് ഒരാളെ ഇടിച്ചു വന്നതാണ് എന്ന് വളരെ വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് എടുക്കുന്നുള്ളവർക്ക്, കണ്ടിട്ടുള്ളവർക്ക് അറിയാം. മണിയമ്പിള്ള രാജു ഇന്നലെ സത്യം പറഞ്ഞാൽ ആ മനുഷ്യരുടെ
അവരുടെ ആയുസിൻ്റെ ബലവും വേറെ വല്ല വാഹനമായിരുന്നെങ്കിൽ ചെറുപ്പക്കാർ ജീവിച്ചിരിക്കില്ല. ഏതോ ജന്മത്തെ പുണ്യമാണ് അവർക്ക് ആ അപകടം സംഭവിച്ചേ പറ്റൂ. അവരാ വീട്ടിൽ നിന്ന് ഇറങ്ങിയ നേരം, അത് കഴിഞ്ഞിട്ട് അവരുടെ ഓവർ സ്പീഡ് ഇല്ലേ, ഒരു വണ്ടി റോഡിൽ നോക്കി നിൽക്കുമ്പം അവർക്ക് ദൂരെ നിന്ന് കണ്ടാൽ മനസ്സിലാവില്ലേ. ഞാൻ കുറ്റപ്പെടുത്തുന്നതല്ല, ഞാൻ ചില കാര്യങ്ങൾ, കാരണം നമ്മളെല്ലാം ഇത് കണ്ടു നോക്കൂ. പിന്നെ അദ്ദേഹത്തിനെ പോലീസിനെ അറിയിക്കാൻ ആ ഒരു സാഹചര്യങ്ങളിൽ ഒരിക്കലും എനിക്കറിയാവുന്ന മണിയമ്പിള്ള രാജുവിന് ടോളറേറ്റ് ചെയ്യാൻ പറ്റില്ല. പുള്ളി പൈന്നു പോകും. പുള്ളി പക്ഷേ ആൾക്കാരെയൊക്കെ വിളിച്ച് പറയും, അയാൾ അറേഞ്ച്മെൻറ്റ്സൊക്കെ ചെയ്യും, അവരെ പോകും. അങ്ങനെയുള്ള മനുഷ്യത്വമുള്ള ആളാണ്. ഞാൻ നിങ്ങളിതിൻ്റെ അടിയിൽ വന്ന് എന്ത് കമൻറ്റിൽ എഴുതിയാലും കുഴപ്പമില്ല. ഇത് സത്യമായിട്ടാണ്. നമ്മുടെ ചെറുപ്പക്കാരുടെ ഈ ഒരു എടുപ്പുണ്ടല്ലോ. ഞാൻ വാഹനം ഓടിക്കുന്ന ആളാണ്. ചിലരൊക്കെ ജൂലൈന്ന് ഭയങ്കരമായ ശബ്ദം ഉണ്ടായിക്കൊണ്ടെന്ന് കാറിൻ്റെ മുമ്പിൽ നിന്ന് ഇങ്ങനെ വെട്ടിത്തിരിച്ച് ഈ ചെറുപ്പക്കാർക്ക് അപകടം പറ്റിയത് അവരുടെ അശ്രദ്ധയാണെന്നുള്ള കാര്യത്തിനകത്ത് എനിക്കൊരു സംശയമില്ല. എനിക്ക് മാത്രമല്ല, നിങ്ങൾ കാണുന്നവർക്കെല്ലാം അത് മനസ്സിലാവും. അശ്രദ്ധമായിട്ടാണ് അവർ വണ്ടി ഓടിച്ചത്. ഒരു റോഡിൻ്റെ നടുക്കൊരു വണ്ടി നിൽക്കുന്നു. ആ വണ്ടിയുടെ മുമ്പിൽ കൂടെ ഇങ്ങനെ വെട്ടിത്തിരിച്ചു പോകാൻ അതിൻ്റെ ബമ്പറിലിടിച്ചതല്ലേ. വണ്ടി ഇടിപ്പിച്ച് അവരെ തെറിപ്പിച്ചതല്ല. അവർ വന്ന് ഈ വണ്ടിയിലേക്ക് ബമ്പറിലിടിച്ചാണ് അവർ തെറിച്ചു പോകുന്നത്. അപ്പോൾ ദൂരെ നിന്ന് വരുമ്പോൾ ഒരു വണ്ടി റോഡിൻ്റെ നടുക്ക് നിൽക്കുകയാണ്. റോഡിൻ്റെ മുമ്പിലേക്ക് അത് ലൈറ്റ് ഇട്ട് നിൽക്കുകയാണ്. അത് പാസ് ചെയ്യാനായിട്ട് എൻ്റെ റോഡ് കഴിഞ്ഞു, അതിൻ്റെ മധ്യഭാഗം കഴിഞ്ഞു എന്നവർക്ക് മനസ്സിലാക്കിക്കണ്ടേ. ഇനിയിപ്പോൾ എന്തായാലും അവരുടെ ജീവിതത്തിൽ അതൊന്നും ഒരു വലിയ ഒരു ദൈവാനുഗ്രഹമുള്ള കുട്ടികളാണ് അവർ. ദൈവാനുഗ്രഹമുള്ള കുട്ടികളുമാണ്. ഈ മണിയമ്പിള്ള രാജുവിന് അനുഗ്രഹം ഉണ്ടായി. ഇല്ലെങ്കിൽ പിന്നെ ജീവിതത്തിലുടനീളം ഇതിപ്പോൾ ഈ അപകടങ്ങളൊക്കെ അവർക്ക് ചെറുപ്പമല്ലേ, ഇതൊക്കെ റെഡിയായി വരും. അതിനകത്തൊന്നും ബുദ്ധിമുട്ട് വരത്തില്ല. എന്ന് ശാസ്ത്രം വളർന്നു നിൽക്കുന്ന ഒരു കാലത്ത് കേട്ട് അതിൽ നിന്നൊക്കെ നമുക്ക് അതിജീവിച്ച് വരാൻ പറ്റും. പക്ഷേ ഒരു അപകടം നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. വാഹനങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എടുക്കുന്ന വാഹനം, ഒരാൾ ഉപയോഗിച്ച് കഴിഞ്ഞ വാഹനം, ഈ യൂസ്ഡ് കാർ ഉപയോഗിക്കുന്നത് ഞാൻ എപ്പോഴും പറയും. ഒരാൾ ഉപയോഗിച്ചിരുന്ന വാഹനം, അവൻ്റെ വിയർപ്പ്, അവൻ്റെ എനർജിയാണ് ആ വണ്ടിയിൽ. നമ്മൾ ബ്രേക്ക് ഇതെല്ലാം ചെറിയ സംഭവങ്ങളല്ലേ. ചവിട്ടുമ്പോഴും റേസ് ചെയ്യുമ്പോഴും പിന്നെ നമ്മൾ റോഡിനോടൊന്നും ഇല്ലയെന്ന് വിചാരിക്കുമ്പോഴും അശ്രദ്ധയോടുകൂടി മാത്രം പലരും ഈ രാവിലെ സമയത്തൊക്കെ നേരത്തെ ഇറങ്ങിയിട്ട് അതിഭീകരമായി വണ്ടി ഓടിച്ചൊക്കെ പോകാനായിട്ടുള്ളൊരു മാനസികാവസ്ഥയിൽ എത്താനായിട്ട് ഒന്നും ശ്രദ്ധിക്കില്ല. ബൈക്കുകാരത്രക്കാർ ഞാൻ ഒരു തരത്തിൽ അവർ അംഗീകരിക്കില്ല. എന്തൊരു വേഗതയാണ് ചിലർ പോകുന്നത്. ചില പെൺകുട്ടികൾ തന്നെ പോകുന്നത് അവർ ലഗാനുമില്ലാതെയാണ് വണ്ടിയിൽ നിന്ന് പോവുക. അപ്പോൾ നമ്മൾ ഈ വാഹനത്തിൽ ഓവർ സ്പീഡായിട്ട് പോവുക, ചുറ്റും ശ്രദ്ധിക്കാതിരിക്കുക, ശരീരവും മനസ്സും രണ്ടായി യാത്ര ചെയ്യുക. അപ്പോഴൊക്കെയാണ് ഇത്തരം അപകടങ്ങൾ ഉണ്ടായിരിക്കുന്നത്. രണ്ടുപേരാണെങ്കിൽ ബൈക്കിൽ ഇങ്ങനെ സംസാരിക്കുക. ഇപ്പോൾ ചിലരും ഫോൺ ഈ മൊബൈലിനകത്ത് ഈ ഹെൽമെറ്റിനകത്തോട്ട് കയറ്റി വെച്ചിട്ട് നമ്മൾ വിചാരിക്കും ഇവർ ആരോടാ സംസാരിക്കണമെന്ന്. ചെവിയിൽ മൊബൈൽ കയറ്റി വെച്ചിട്ട് പലരും 90% ഈ പിന്നെ വണ്ടിയിൽ യാത്ര ചെയ്യുന്നവരും പ്രത്യേകിച്ച് ബൈക്കിൽ യാത്ര ചെയ്യുന്നവരും ഈ മൊബൈൽ ഈ ചെവിക്കകത്തോട്ട് കയറ്റി വെച്ചിട്ടാണ് യാത്ര ചെയ്യുന്നത്. അത് ചെവി നശിച്ചു പോകുമെന്നുള്ളത് മാത്രമല്ല, നമുക്ക് ചുറ്റും എന്തൊക്കെയാണ് നടക്കുന്നത് യാന്ത്രികമാണ്. പിന്നെ ശ്രദ്ധയുണ്ടാവില്ല. ഇപ്പോഴത്തെ രണ്ടുപേരും തമ്മിൽ ഒരുമിച്ച് വരുമ്പം ഇവർ അശ്രദ്ധമായിട്ടാണ് വണ്ടി ഓടിച്ചതിനകത്ത് ഒരു സംശയവുമില്ല അതിനകത്ത്. അല്ലെങ്കിൽ പിന്നെ നിർത്തിയിരിക്കുന്ന വണ്ടിയിൽ വന്ന് ഇടിക്കൂ. ഇത് ന്യായീകരണമല്ല, ഇതൊരു പലർക്കും ചെറുപ്പക്കാർക്കുള്ള ഒരു പാഠമാണ്. വണ്ടി ഓടിക്കുമ്പോൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ സംഭവിക്കാൻ പോകുന്നതിനെക്കുറിച്ചുള്ളൊരു പാഠമാണ് ഞാൻ പറഞ്ഞത്. വാഹനം ഒന്നുമില്ല, നിങ്ങളൊന്ന് ആലോചിക്കണം. ഒരു ബ്രേക്ക് മാത്രമേ ഉള്ളൂ ഇതിന്. ഗിയറും ക്ലച്ചും ഒക്കെ ഉള്ള അഡ്ജസ്റ്റ്മെൻറ്റാണ്. നമ്മൾ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ കാലദോഷം ബാധിച്ചവരാണെങ്കിൽ എവിടെ നിന്ന് തട്ടിയാൽ മതി. വാഹനത്തെക്കുറിച്ച് നമ്മൾ വർക്ക്ഷോപ്പുകളിലൊക്കെ പോയി നോക്കൂ, എന്തോരം വാഹനങ്ങളാണ്. ഒരു പോലീസ് സ്റ്റേഷൻ്റെ മുമ്പിലേക്ക് നോക്കൂ, എന്തോരം വാഹനങ്ങളാണ് ഇങ്ങനെ കിടക്കുന്നത്. ജാതകം മുറിഞ്ഞു പോയ വാഹനങ്ങൾ. അത് എവിടെയാണ് എൻജിൻ ഫിറ്റ് ചെയ്യുന്ന നേരം, ആ നേരത്ത് ഈ വാഹനം ഇത്ര കാലം ഇങ്ങനെ പോകും, ബാക്കിയുള്ള കാലം വല്ല പോലീസ് സ്റ്റേഷനിലോ ചോരപ്പാടുകൾ നിറയേണ്ട സമയം. ഇതെല്ലാം നമ്മളൊരു വാഹനം എടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട വളരെ കാര്യമുണ്ട്. എനിക്ക് വാഹന യോഗമുണ്ടോ? ആദ്യം നോക്കേണ്ടതാണ് നമുക്ക് വാഹനം ഉപയോഗിക്കേണ്ട യോഗമായിട്ടുണ്ടോ. അല്ലാതെ നമുക്ക് ലോൺ കിട്ടുമെന്ന് വിചാരിച്ച് വാഹനം എടുക്കാൻ പോയാൽ ബുദ്ധിമുട്ടാവും. നമ്മൾ നല്ല തിരക്കുള്ള റോഡിൽ നല്ല എക്സ്പീരിയൻസോടുകൂടി ഓടിക്കാൻ പറ്റുന്ന കാലമാണോ? അത്രയും നമുക്കുണ്ടോ? അപ്പുറത്ത് വരുന്ന വണ്ടി, ഇപ്പുറത്ത് വരുന്ന വണ്ടി, കണ്ടില്ലേ റോഡ് സൈഡിലൊക്കെ നിൽക്കുന്ന കുട്ടികളുടെ പുറത്തൂടെയൊക്കെ വണ്ടി ഓടിച്ചുകൊണ്ട് പോകുന്നത്. ഞാനിതിൻ്റെയൊക്കെ ഒരു പഠനം നടത്തി നോക്കിയതാണ്. ആ കുട്ടികൾ ഇവരുമായിട്ട് ഒരു ബന്ധവുമില്ല. റോഡിൽ ബസ് കാത്തു നിന്നിടത്തേക്ക് വണ്ടി പിടിച്ച് കയറുക. ആ വണ്ടിയിലെ കാട്ടാക്കടയും കണ്ട് ഒരു കൊച്ചുകുട്ടി അമ്പലത്തിൻ്റെ മൂത്രം ഒഴിക്കരുതെന്ന് പറഞ്ഞപ്പോൾ അവനെ കണ്ട് വണ്ടി കയറ്റി കൊന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ആ വണ്ടിയുടെയൊക്കെ ഒരു ദുരിതം, ആ ചെയ്യുന്നവൻ്റെ ദുരിതം, ആ വാഹനത്തിലൊരു കൊച്ചു കുഞ്ഞിനെയൊക്കെ തട്ടിത്തെറിപ്പിച്ച് ബോധപൂർവം ചെയ്യുമ്പോഴുണ്ടാകുന്ന ദോഷങ്ങൾ. അപ്പോൾ ഇതെല്ലാം നമ്മൾ വളരെ വളരെ ശ്രദ്ധിക്കേണ്ടതാണ് വാഹനത്തെക്കുറിച്ച്. നമ്മൾ രാവിലെ ഇറങ്ങുമ്പോൾ ഒന്നും വേണ്ട,
വാഹനം ചില വാഹനങ്ങൾ കഴുകി പോലും വൃത്തിയാക്കില്ല, പൊടി നിറച്ച് പൊടിയായിരിക്കും. വാഹനത്തിനകത്തിരുന്ന് മദ്യപിക്കുക അബദ്ധമാണ്. ഹിതമല്ലാത്ത മാർഗങ്ങൾ വാഹനത്തിനുള്ളിൽ വെച്ച് ചെയ്യുക, ഇതെല്ലാം അബദ്ധം തന്നെയാണ്. ഹിതമുള്ളത് നിങ്ങൾ ചെയ്തോളൂ. വണ്ടിക്കകത്ത് വാഹനം ഉപയോഗിക്കുന്നത് മഹാലക്ഷ്മിയാണ്. മഹാകാളി, മഹാലക്ഷ്മി, മഹാസരസ്വതി ആ അരയന്നം പോലുള്ളതാണ്. നീല ജലാശയത്തിൽ നീന്തി തുടിക്കുന്ന ദേവി ലക്ഷ്മി, മഹാലക്ഷ്മിയുടെ സാന്നിധ്യം, സരസ്വതിയുടെ സാന്നിധ്യം, കവചമുള്ള കാളിയുടെ സാന്നിധ്യം, അതാണ് വാഹനം. അതിനകത്തിരുന്ന് മദ്യപിക്കുക, കെയർലെസ് ആയിട്ട് നമ്മുടെ വണ്ടി ഓടിക്കുക. വണ്ടിയിൽ ഞാൻ പറയുന്നില്ല, അതിനകത്ത് ഹിതമല്ലാത്ത മാർഗങ്ങൾ വണ്ടിക്കകത്ത് നമ്മൾ സ്വീകരിച്ചാൽ ഉണ്ടാകുന്ന വണ്ടിക്ക് നാശം സംഭവിക്കും. വണ്ടിക്ക് ജീവനുള്ളതാണ്. ജീവനുള്ളത് കൊണ്ടാണ് നമ്മൾ വണ്ടി സ്റ്റാർട്ടാകുന്നത്, അത് സ്പന്ദിക്കുന്നത് അതിൻ്റെ ഹൃദയമുള്ളത് കൊണ്ടാണ്. ഇതൊക്കെ നമ്മൾ തിരിച്ചറിയണം. തിരിച്ചറിഞ്ഞില്ലെങ്കിൽ വാഹനം വളരെ പ്രിയപ്പെട്ട ഒരു ജീവിതത്തിൻ്റെ ഒരു അത്യന്താപേക്ഷിതമായ ഒരു ഘടകമാണ് ഈ വാഹനം. ആ വാഹനത്തിൽ ഇന്നലെ ഞാൻ അതാ പറഞ്ഞു, ആ വാഹനം ഇന്നലെ മണിയമ്പിള്ള രാജചേട്ടൻ്റെ ആ വാഹനം തട്ടിയ ചെറുപ്പക്കാർ ഭാഗ്യവാന്മാരാണ്. കാരണം അവർക്ക് ഇന്നലെ അപകടം ഉണ്ടായേ പറ്റുള്ളൂ. ഇതല്ലെങ്കിൽ അങ്ങ് വഴുതക്കാട് ജംഗ്ഷനിലോ അല്ലെങ്കിൽ അടുത്ത ജംഗ്ഷനിൽ ഇത് ഉണ്ടായേ പറ്റൂ. ഒരു മനുഷ്യനിൽ നിന്ന് ഇത് നന്മയുള്ള ഒരു മനുഷ്യൻ, ദൈവകൃതമായിട്ടുള്ള ദൈവത്തിനെ സമർപ്പിച്ച് ജീവിതം സമർപ്പിക്കുന്ന ഒരു മനുഷ്യൻ, അദ്ദേഹം വളരെ വളരെ സാവധാനം വണ്ടി എടുത്തത് കൊണ്ട് മാത്രം അപകടം സംഭവിക്കുകയും അവർക്ക് ജീവൻ തിരിച്ചു കിട്ടുകയും ചെയ്യും. ഇല്ലെങ്കിലുള്ള അവസ്ഥ എന്താണ്? ഞാനിന്ന് രാജചേട്ടനെ വിളിച്ചിരുന്നു. അപ്പോൾ അദ്ദേഹം ആദ്യം പറഞ്ഞത്, ആ കുട്ടികൾ രക്ഷപ്പെട്ടല്ലോ, ഇല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്തേനെ, പിന്നെ എന്ന് അദ്ദേഹം പറഞ്ഞു. ഇല്ല, ഞാൻ എന്ത് ചെയ്തേനെ. അങ്ങനെ ഒരു മനുഷ്യൻ അവർ വേദനയ്ക്ക് അവരെ പോയി കാണണം. അങ്ങനെ വേദനിക്കുന്ന ഒരാളാണ്. ഇവിടെ കേസോ വഴക്കോ കോടതിയോ നിങ്ങൾ വിചാരിക്കണ പോലെ അങ്ങനെ ഈ ചാനലുകളൊക്കെ പറയുന്ന പോലെ അങ്ങനെ വലിയ സ്വാധീനമൊന്നും ഉള്ള ആളല്ല. എനിക്കതിനകത്ത് അത്ഭുതം തോന്നി. എൻ്റെ പടത്തിൻ്റെ ഒരു പാർട്ണർ അനന്തഭദ്രത്തിൻ്റെ പ്രൊഡ്യൂസർ അജയചന്ദ്രൻ നായരും മണിയമ്പിള്ള രാജുവും രഘുചന്ദ്രൻ നായരായിരുന്നു. ഒരാപത്ത് വരുമ്പോൾ തിരിഞ്ഞു നോക്കാത്ത, ഒരാപത്ത് വരുമ്പോൾ ഫോൺ പോലും എടുക്കാത്ത, ഒരു ആപത്ത് വരുമ്പോൾ പരിചയം നടിക്കാത്തവരുടെ ഇടയിൽ ആ രഘു എന്ന് പറയുന്ന രഘുചന്ദ്രൻ നായർ എനിക്ക് ഒരു വിഭിന്നമായി കണ്ടു. കാരണം അദ്ദേഹം ഒരു നെടൽ പോലെ മണിയമ്പിള്ള രാജുവിനോടൊപ്പം യാത്ര ചെയ്യുന്ന കണ്ടു. എത്ര വർഷങ്ങൾക്ക് 13 വർഷമായി ഞാൻ അദ്ദേഹത്തിനെ കണ്ടിട്ട്. ഒരാപത്ത് വരുമ്പോൾ ഓടിയെത്തുകയും ഒരാപത്ത് വരുമ്പോൾ ഒപ്പം നിൽക്കുകയും ഒരാപത്ത് വരുമ്പോൾ നമുക്കൊരു തലചായ്ക്കാൻ ഒരു തണൽ തരുന്നതാണ് യഥാർത്ഥ സുഹൃത്ത്. അങ്ങനെ യഥാർത്ഥ സുഹൃത്തെ ഞാൻ അവിടെ കണ്ടു. ഇന്നലെ ആഘോഷിക്കുന്നവരും കാണും. അങ്ങനെയാണല്ലോ ഒരു മനുഷ്യൻ്റെ പതർച്ചയും തകർച്ചയും ആഘോഷിക്കുന്നവരാണല്ലോ ചില സുഹൃത്തുക്കൾ. കണ്ടാൽ കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ വയ്ക്കും, പക്ഷെ ഒരു കാര്യവുമില്ല. അവരങ്ങനെ തന്നെ വേണം എന്ന് പറയുന്ന ലോകത്താണ് ഒരു ഉത്തമ സുഹൃത്തിനെ ഞാൻ കണ്ടത്. ഞാനിതിനെ കണ്ടതാണ്. അപ്പോൾ ഇതെല്ലാം തന്നെ ഞാൻ പറഞ്ഞു വന്നത്, നിങ്ങൾ വാഹനം ഉപയോഗിക്കുമ്പോൾ ദൈവത്തെ ഓർത്ത് വാഹനം എന്ന് പറയുന്നതിനെ നിങ്ങൾ ദൈവത്തിൻ്റെ പ്രതിരൂപമായിട്ട് കാണണം. നമ്മളെ സുരക്ഷിതമായിട്ട് നമുക്കെവിടെയാണോ യാത്ര ചെയ്യേണ്ടത് അവിടെ എത്തിക്കുന്നവരാണ്. ഇത് മാത്രമല്ല, നമ്മളിപ്പോൾ ട്രെയിനിൽ യാത്ര ചെയ്താലും ഫ്ലൈറ്റിൽ യാത്ര ചെയ്താലും ജാതകം മുറിഞ്ഞ ഒരാൾ മതി, കുറേ പേരെയും കൊണ്ടുപോകും. അപ്പം നമ്മളെന്ത് ചെയ്യണം? നമ്മളെ എപ്പോഴും നിങ്ങളിപ്പോൾ ജ്യോതിഷത്തെ കുറ്റം പറഞ്ഞാലും പിന്നെ നിങ്ങൾക്കിത് യുക്തിയില്ല എന്ന് പറഞ്ഞാലും ഇതൊക്കെ അന്ധവിശ്വാസമാണെന്ന് പറഞ്ഞാലും സ്വാമിമാരെല്ലാം കള്ളന്മാരാണെന്ന് പറഞ്ഞാലും, ഞാൻ കഴിഞ്ഞില്ല ഒരു പൂജയിൽ മറ്റേ ഒരു ഷോയിൽ പങ്കെടുത്തപ്പോൾ നിരന്ന് വന്നിരുന്ന കംപ്ലീറ്റ് ആൾക്കാരെയും ചീത്ത പറയുന്ന പോലെ. പക്ഷേ ഇതെല്ലാം തന്നെ സമയം എന്ന് പറയുന്ന ഒരു വലിയ സത്യമുണ്ട്. ആ സമയത്തെ ആശ്രയിച്ചാണ് നമ്മുടെ ജീവിതം മുമ്പിലോട്ട് പോവുക. ആ സമയം നമ്മൾ ജനിച്ച സമയം, ആ ജനിച്ച സമയം വെച്ച് എൻ്റെ ഗ്രഹനിലകൾ, ആ ഗ്രഹനിലകളൊക്കെ എവിടെയാണ്? ജ്യോതിഷശാസ്ത്രം എന്ന് പറഞ്ഞാൽ പ്രകാശത്തിൻ്റെ ശാസ്ത്രമാണ്. നമുക്ക് തെറ്റിദ്ധരിക്കാം, ഒരാളെ ചീത്ത പറയാം, ഇതിനെയൊക്കെ എല്ലാം ചെയ്യാം. ഈ അടുത്ത കാലത്ത് ഒരു ചെറുപ്പക്കാരൻ എൻ്റെ അടുത്ത് വന്നിരുന്നു. അദ്ദേഹത്തിൻ്റെ അച്ഛൻ വളരെ നിരീശ്വരവാദിയാണ്, ഈശ്വരനില്ല. അപ്പോൾ ഇദ്ദേഹത്തിനാണെങ്കിൽ കുട്ടിക്കാലം മുതൽ ഈശ്വരനില്ലാത്ത വിധത്തിൽ ഒരു വിളക്ക് പോലും കത്തിക്കാൻ സമ്മതിക്കത്തില്ല. ഇദ്ദേഹത്തിൻ്റെ അമ്മ പോലും അടുക്കളയിൽ ഒളിച്ച് ഒരു വിളക്ക് വയ്ക്കും എന്നാണ് പറയുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ. അങ്ങനെയുള്ള അമ്മയുടെ മകനായിട്ട് ജനിച്ചയാൾ ജീവിതത്തിൻ്റെ അവസാന കാലം, ഇത് നിങ്ങൾ വേണമെങ്കിൽ വിശ്വസിച്ചാൽ മതി, കാരണം ഇത് വിശ്വാസമുള്ള ഒരുപാട് പേര് എൻ്റെ DNA ചാനലിലുണ്ട്. ആ അടുക്കളയിൽ വിളക്ക് വെച്ച്, അടുക്കളയിൽ കഴിഞ്ഞാൽ അവിടെ നിവർത്തിയുള്ളൂ. ഈ അച്ഛന് ഇഷ്ടമല്ല വിളക്ക് കത്തിക്കുന്നത്. അദ്ദേഹം പുറംകാല് കൊണ്ട് വിളക്ക് തട്ടിത്തെറിപ്പിച്ചു എന്നാണ് പറയുന്നത്. അവസാനം ഈ മകൻ അപകടത്തിൽപ്പെട്ട് മരണം സംഭവിച്ചു. ആ അമ്മ എൻ്റെ അടുത്ത് വന്നു. അവൻ ദൈവമില്ല എന്ന്, അച്ഛൻ്റെ വഴിയായിരുന്നു. ആ ചെറുപ്പക്കാരൻ ഒരിക്കലും അങ്ങോട്ട് എന്നെ വന്ന് കണ്ടിരുന്നു എന്നാണ് എന്നോട് പറഞ്ഞിട്ടുള്ളത്. അപ്പോഴാണ് ഈ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എന്നോട് വിവരിച്ചത്. അവൻ മരണത്തിന് ശേഷം വാഹനാപകടത്തിൽ മരിച്ചതാണ്.
അപ്പോൾ അങ്ങനെ മരണം സംഭവിച്ചതിന് ശേഷം ഈ അമ്മ എന്നെ കാണാൻ വന്നപ്പോൾ പറഞ്ഞു, സ്വാമി അവൻ്റെ ആത്മാവിന് മോക്ഷം കിട്ടുമോ, സ്വാമി മരിച്ചവരുമായിട്ടൊക്കെ ഇങ്ങനെ ബന്ധം ഉണ്ടാകുമെന്ന് പറഞ്ഞല്ലോ. ഞാൻ ചിരിക്കാനാണ് പറഞ്ഞത്. കാരണം ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ ഇതൊന്നും പറയാനോ പിന്നെ ഇതാണ് ശരിയെന്ന് പറയാനൊന്നും പറഞ്ഞില്ല. ഞാൻ ഇന്നലെ യാദൃച്ഛികമായി അബാക് മീഡിയയിൽ രണ്ടുപേരുടെ ഇൻ്റർവ്യൂ കണ്ടു. അവർ രണ്ടുപേരും എൻ്റെ അടുത്ത് വന്നിട്ടുള്ളതാണ്. അവർ വിശ്വാസത്തെക്കുറിച്ച് അന്ധവിശ്വാസത്തെക്കുറിച്ച് ഞാൻ ശ്രീകണ്ഠനാഥ പ്രോഗ്രാമിൽ ചെയ്തപ്പോൾ മനുഷ്യനെ പരിഹസിക്കുന്ന വിധത്തിലുള്ള ഒരുപാട് വിഷയങ്ങളോട് ഉണ്ടായി. ഞാൻ പറഞ്ഞു വന്നത്, നമ്മളെ കാണിച്ചു തന്നത് ഓരോരുത്തർക്കും ഓരോ സ്റ്റൈലുണ്ട് ഒരു കാര്യം പ്രസൻറ്റ് ചെയ്യുന്നത്. നമ്മളടുത്ത് ഒരാൾ വരുമ്പോൾ അയാൾ ആകാംക്ഷയോടുകൂടി ഇങ്ങനെ ഇരിക്കും, ഇല്ലെങ്കിൽ നമ്മളൊരു കാര്യം പറയുമ്പോൾ ആകാംക്ഷയോടുകൂടി പറയും. പക്ഷേ അവരുടെ മനസ്സിൽ നിന്നുള്ള ചിന്തകൾക്ക് മാറ്റമുണ്ടാകാവുന്ന വിധത്തിലുള്ള എന്തെങ്കിലും ഒരു മനസ്സിനെ ഒരു ചേഞ്ചസ് ഉണ്ടാക്കിയാൽ മാത്രമേ നമ്മളെ മനസ്സിലൂടെ സഞ്ചരിക്കാൻ പറ്റൂ. അതൊന്നും നമുക്ക് ഇവിടെ ആരെയും ബോധ്യപ്പെടുത്താനോ ഇതാണ് ശരിയെന്നോ ഇതാണ് തെറ്റെന്നൊന്നും പറയാൻ പറ്റില്ല. അതൊക്കെ ഓരോരുത്തരുടെ യുക്തിക്കനുസരിച്ച് തന്നെയാണോ? ഇപ്പം ഞാൻ വാഹനത്തെക്കുറിച്ച് പറഞ്ഞു വന്നതും, വാഹനങ്ങൾ ആര് വാഹനം ഓടിച്ചാലും ആ വാഹനം കഴുകി വൃത്തിയാക്കണം. ഒരു ചന്ദനത്തിരി വെറുതെ കത്തിച്ച് ആ വാഹനത്തെ, നിങ്ങൾ സ്പ്രേ അല്ല അടിക്കേണ്ടത്, വെറുതും ഒരു ധൂമം, ആ ധൂമം ഒന്ന് കാണിച്ചേക്കണം, വണ്ടിയുടെ മുമ്പിൽ കാണിച്ചേക്കണം. കാരണം വാഹനം വളരെ പ്രിയപ്പെട്ടതാണ്, വളരെ വളരെ ഏറ്റവും ഹൃദയത്തോടെ ചേർത്ത് പിടിച്ച് പിന്നെ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റേണ്ടതാണ്. ഇല്ലെങ്കിൽ വലിയ അപകടമുണ്ടാകും. മണിയമ്പള രാജു എന്ന് പറയുന്ന മനുഷ്യൻ്റെ ഭക്തിയും അദ്ദേഹത്തിൻ്റെ മനുഷ്യ സ്നേഹവും അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനയും രോഗം വന്നിട്ട് പോലും പിന്നെ ഞാനിപ്പോൾ ഈ അടുത്ത കാലത്ത് എൻ്റെ പുസ്തക പ്രകാശനത്തിന് വന്നിരുന്നു. അപ്പം ഞാൻ രാജുവിനെ ഒന്ന് ആദരിച്ചപ്പോഴും ഞാൻ വണ്ടി ഓടിച്ചാൽ വണ്ടിയിലാണ് വന്നത്. അപ്പം ഞാൻ പറഞ്ഞു, രാജുടാ വണ്ടി ഒരു കുഴപ്പമില്ല. ഞാൻ പറഞ്ഞു വണ്ടി ഒന്ന് ശ്രദ്ധിക്കണം എന്ന് ഇത്രയും ഭാഗം അങ്ങനെ ശ്രദ്ധിക്കുമോ അദ്ദേഹത്തിനോട് ഞാൻ പറഞ്ഞു. ഞാനാണ് ഇറങ്ങി ചെല്ലുമ്പോഴാണ് അദ്ദേഹം വരുന്നത്. ഞാൻ പറഞ്ഞു ഓടിച്ചോണോ വന്നാതെ, ഞാൻ പറഞ്ഞു വാഹനമൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം രാജുട്ടാ എന്ന് ഞാൻ വെറുതെ കോമൺ ആയിട്ട് എല്ലാവരോടും പറയുന്ന പോലെ ഒന്ന് പറയുകയും ചെയ്തു. അത് ഡ്രൈവറാണ് കൊണ്ടുവിട്ടതെന്ന് അറിയത്തില്ല. എന്നാൽ വണ്ടി ഓടിക്കുമ്പോൾ ശ്രദ്ധിക്കണം ഞാൻ എല്ലാവരോടും പറയും. കാരണം വാഹനത്തെക്കുറിച്ചിട്ടുള്ള ഒരുപാട് ദുരന്തങ്ങൾ, ജീവിതത്തിൽ പിന്നേറ്റിച്ച ആഘാതങ്ങൾ, ചെറിയ ഇപ്പോൾ ഞാൻ ടീച്ചറോട് ഒരു ദിവസം ഈ കഴിഞ്ഞ ആഴ്ച പിന്നെ പോവുകയാണ് കല്ലയത്ത്, ഒരു സന്ധ്യ സമയമായി. നോക്കുമ്പോൾ ഒരു ചെറുപ്പക്കാരൻ മുകളിൽ വന്ന് ഒരു കുഴിയിൽ വീണിട്ട് തെറിച്ച് മുകളിലേക്ക് പോയി ഉരുണ്ട് നമ്മുടെ മുമ്പിൽ ഒന്ന് വീണു. അവിടെ ഒരു കുഴിയുണ്ട്. അദ്ദേഹം എവിടെയോ ദൂരത്തുനിന്ന് ജോലി കഴിഞ്ഞ് വന്നിട്ട് വീട്ടിലേക്ക് പോവുകയാണ്. പിന്നെ ഞങ്ങളവിടെ വണ്ടി നിർത്തി വീട്ടിൽ കൊണ്ട് ആൾക്കാരെ വിളിപ്പിച്ചു. അവിടെ വീട്ടിൽ അവരിറങ്ങി ഫസ്റ്റ് എയ്ഡൊക്കെ ചെയ്യിപ്പിച്ചു. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഒരാൾ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ, വാഹനത്തിൽ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അയാൾ തിരിച്ചു വരുന്നത് വരെ നമ്മൾ ദൈവത്തിൻ്റെ ഒരു പ്രാർത്ഥന വേണം, അല്ലെങ്കിൽ ഇതൊക്കെ ഉണ്ടാവും. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നതിൻ്റെ ഒരു അർത്ഥം, മണിയമ്പിള്ള രാജു എന്ന് പറയുന്ന ആ മനുഷ്യസ്നേഹിയായ നല്ലവനായ കലാകാരനായ ഒരാളെ പോലും ദ്രോഹിക്കാത്ത, വഞ്ചിക്കാത്ത, ചതിക്കാത്ത ആ മനുഷ്യൻ്റെ മുമ്പിലാണ് ആ കുട്ടികൾ വന്ന് ആ വാഹനത്തിൽ ഇടിച്ചത് കൊണ്ടാണ് അവർക്ക് അവരുടെ ജീവിതം തിരിച്ചു കിട്ടിയത്. കുറച്ച് കഴിയുമ്പോൾ അവരുടെ ബാക്കിയുള്ള ട്രീറ്റ്മെൻറ്റൊക്കെ കൊണ്ട് അവർക്ക് നല്ല പഴയ ഉഷാറോടുകൂടി ജീവിതത്തിൽ തിരിച്ചു വരാൻ പറ്റും. അത് ദൈവം അവർക്ക് കാണിച്ചു കൊടുത്തതാണ്. അവർക്ക് മാത്രമല്ല, ഈ ലോകത്തിനോട് നമ്മൾ കണ്ടില്ലേ, ഒരു ദിവസം മുഴുവൻ മണിയമ്പിള്ള രാജു എന്ന് പറഞ്ഞാൽ ആരാണ്ട് ഇടിച്ചു കൊന്നു, എന്നിട്ട് കാർ നിർത്താതെ പോയി, മദ്യപിച്ച് ഇങ്ങനെ ആയിരുന്നു എന്നൊക്കെ പറയുന്ന വാർത്തകൾ സൃഷ്ടിച്ച് മനുഷ്യൻ്റെ ജീവിതം അലങ്കോലമാക്കളെ വാർത്തകളാണ് പ്രശ്നം. വേറെ ഒന്നും ശ്രദ്ധിക്കില്ല. ഏറ്റവും കൂടുതൽ വ്യൂവർഷിപ്പ് ഉണ്ടാക്കാൻ പറ്റുന്നത് എന്താണ്? അതാണ് വാർത്തകൾ കൊണ്ട് ഈ ചാനലുകാർ മത്സരിക്കും. പക്ഷേ മത്സരിക്കുന്നവരെല്ലാം ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമുക്കെല്ലാം ഒരു കുടുംബമുണ്ട്, നമുക്കെല്ലാം മക്കളും സഹോദരങ്ങളുമുണ്ട്, നമുക്കും വംശങ്ങളുണ്ട്, നമുക്കും ഇത് എപ്പോൾ വേണമെങ്കിലും വരാം. വാർത്തകളല്ല ജീവിതം, വാർത്തകൾ സൃഷ്ടിക്കുന്നതല്ല ജീവിതം. വാർത്തകൾ സൃഷ്ടിയാക്കി മറ്റേ മനുഷ്യരുടെ മനസ്സിന് ആകാംക്ഷയും സന്തോഷവും ഉണ്ടാക്കുന്നതല്ല ജീവിതം. ജീവിതം എന്ന് പറയുന്നത് മറ്റൊന്നാണ്. അതുകൊണ്ട് മറ്റുള്ളവൻ പെട്ടുന്ന അബദ്ധങ്ങളും അപകടങ്ങളും കൊട്ടിഘോഷിച്ച് അവരുടെ ജീവിതത്തിൽ സംതൃപ്തി, താൽക്കാലികമായി കുറേ വാർത്തകളൊക്കെ സൃഷ്ടിച്ച് സന്തോഷിക്കാൻ പറ്റും. പക്ഷേ കാലം കാത്തു സൂക്ഷിക്കുന്ന ചില സത്യങ്ങളുണ്ട്. അതിൽ നിങ്ങളും പെട്ടുപോകരുത്. എല്ലാ മനുഷ്യർക്കും, നമുക്കുൾപ്പെടെ ആർക്കും എപ്പോൾ വേണമെങ്കിലും ദുരന്തങ്ങളുണ്ടാകാം, ദുഃഖങ്ങളുണ്ടാകാം. അവിടെ ദൈവത്തിൻ്റെ ഒരു കയ്യൊപ്പും കടാക്ഷവും വേണം. ദൈവം എല്ലാവർക്കും ഒപ്പം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.